കൈകേയിയാണ് ഇതിൻ്റെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ്. കൈകേയി വന്ന് സ്വന്തം കഥ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും, എന്തായിരിക്കും പുള്ളിക്കാരിയുടെ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളതാണ് പ്രൊഡക്ഷൻ്റെ ഒരു സാരാംശം. ഈ കഥയിൽ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുത്തിരുന്നു. അതായത് എന്തുകൊണ്ട് ശ്രീരാമനെ കൈകേയി വനവാസത്തിലേക്ക് 14 കൊല്ലത്തിലേക്ക് വിട്ടു. അപ്പോൾ എന്തും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബാല്യത്തിൽ നടന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പാക്റ്റ് പിന്നീട് നമ്മൾക്കിപ്പോൾ പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ കാലത്തിൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു എലിമെൻ്റ് എടുത്തിട്ട് ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ ഒരു കഥ, ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറി കിട്ടി. അതായത് കൈകേയിയുടെ കൊച്ചിലെ, കൈകേയി നല്ല സുന്ദരിയും ശ്രേഷ്ഠവുമായ കുട്ടിയായിരുന്നു. ആ കുട്ടി സ്വന്തം ബ്രദേഴ്സിനെക്കാട്ടിലും വളരെ വളരെ കഴിവുള്ള കുട്ടിയായിരുന്നു, ബലശാലിയായിരുന്നു. ആ സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ, അതായത് കൈകേയി എന്ന് പറയുന്ന മഹാരാജാവിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. കഴിവെന്തായിരുന്നു? പക്ഷികൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ പക്ഷികൾ സംസാരിക്കുന്നത് ആരോടെങ്കിലും പറഞ്ഞാൽ, അതായത് അവർ പറയണത് ആരോടെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രാണം പോകും. ഇതായിരുന്നു ആ സംഭവം. ഒരു ദിവസം ഇതുപോലെ മഹാരാജാവും മഹാരാജ്ഞിയും കൈകേയി കളിക്കുന്ന ആ ഗാർഡനിലോ അല്ലെങ്കിൽ ആ പൂന്തോട്ടത്തിൽ വന്നപ്പോൾ ഇതുപോലെ 2 പക്ഷികൾ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചത് മഹാറാണിയുടെ വേഷത്തിനെ പരിഹസിച്ചുകൊണ്ടാണ്. മഹാരാജാവ് ചിരിക്കാൻ തുടങ്ങിയപ്പോൾ പത്നിയായ മഹാറാണി ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. ആ ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അറിഞ്ഞൂടെ, ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ പ്രാണം ത്യജിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. എന്നിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുകയാണ്, നിനക്ക് ഞാൻ മരിക്കണം എന്ന ഒരു ചിന്ത അകത്തേക്ക് പോവുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ഈ അമ്മയെ, കൈകേയിയുടെ അമ്മയെ എന്നേക്കുമായി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അതായത് ബാനിഷ്മെൻറ്റ് എന്ന് പറയുന്നത് കൈകേയിക്കൊരു പുതിയ കാര്യമല്ല. അപ്പോൾ കൈകേയി ശ്രീരാമനെ ബാനിഷ് ചെയ്തപ്പോൾ 14 കൊല്ലേ കൊടുത്തുള്ളൂ. പക്ഷേ കൈകേയിയുടെ അമ്മ കൈകേയിയുടെ ജീവിതത്തിൽ നിന്ന് ബാനിഷ്ഡായി. അപ്പോൾ ആ ഒരു ചെറിയ എപ്പിസോഡാണ്, അത്രയും വലിയൊരു കഥയെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയും കലാമാസ്റ്ററിന് പ്രത്യേകം വേണ്ടിയും സ്വാസികയ്ക്ക് വേണ്ടിയും प्रिया पुत्री सोदराणां प्रियकरी केकयस्य प्रिया पुत्री सोदराणां प्रियकरी पिता मे पक्षिभाषाविद् महानश्वपते नृपः पिता मे पक्षिभाषाविद् महानश्वपते नृपः सह नवोद्याने विहरन् पक्षिभाषितं पत्न्या सह नवोद्याने विहरन् पक्षिभाषितं श्रुत्वा स कुतुकी यावत् तावत् पृष्टो निजस्त्रिया श्रुत्वा स कुतुकी यावत् तावत् पृष्टो निजस्त्रिया
रहस्यमन्यस्मै कथयिष्यति यद्यसौ इदं रहस्यमन्यस्मै कथयिष्यति यद्यसौ तदैव त्यजति प्राणानिति शप्तो भवत्पुरा तदैव त्यजति प्राणानिति शप्तो भवत्पुरा निजामम्बामहं दृष्टवती ഞാൻ പറയുന്നേക്കാളും കലാമാസ്റ്റർ പറയുന്നതായിരിക്കും. No words, no words, no words. What are expressions and oh my God! After so long time, I'm watching like a beautiful and what are expressions you did? Oh my God! Dance is really dance is a beautiful gift. There പേർക്ക് dance കിട്ടില്ല. Thank you, Amudra TV. First of all, thank you so much. And I saw Sandhya. Yes, Sandhya's dance really. Sandhya, I will call you soon. Yeah, Okay. Mom's name is Kala, so I, Oh, you my know, mom- you your for- mom my name is mom Kala. അപ്പോ Okay. എപ്പോഴും പറയും കലാമാസ്റ്റർ ഞാനായില്ലെങ്കിലും കലാമാസ്റ്റർ എന്തായാലും മാസ്റ്ററും സന്ധ്യയും കൂടി ചേർന്നിട്ട് ഒരു Ayyo, എന്തെങ്കിലും after she dance, I can't. Yeah, let's do that. I'm wearing Let's do for that. this dress. ആ സ്റ്റെപ്പ് അല്ലെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും അത് എന്തെങ്കിലുമൊക്കെ മതി അല്ലേ? അതിന് മുമ്പ് നമുക്ക് നമ്മുടെ സമ്മാനം ഉണ്ട്, അത് സന്ധ്യക്ക് നൽകാം. ഓക്കെ.